എന്തോ അപാകതയുണ്ടെന്ന് വരുത്തി തീർക്കുകയും ഞാൻ ജോലി ചെയ്ത ഓഫീസിലെ ഒരു ക്ലർക്ക്, ഓഫീസർ എല്ലാം കൂടെ എന്തോ ഒരു ഗൂഢാലോചനയാണെന്ന് തോന്നുന്നു എൻ്റെ ഉള്ള വ്യക്തിവിരോധം കൊണ്ട്. എന്നെപ്പോലെ ഒരു സാധാരണക്കാരന്, ഒരു താഴ്ന്ന ജീവനക്കാരന് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. എന്നെ ഉപദ്രവിച്ചത് NGO യൂണിയൻ്റെ ഒരു നേതാവെന്ന് പറയുന്ന ഗിരീഷ് കുമാർ എന്ന് പറയുന്ന ഒരു ക്ലർക്കാണ്. അയാൾ കഴിഞ്ഞ സർക്കാരിൽ NGO യൂണിയൻ്റെ ഒരു നേതാവൊക്കെ ആയിരുന്നു. ഒരു ഓഫീസിലും ഒരു ജീവനക്കാരൻ്റെ ഈ നിമിഷം വരെയും പിടിച്ചിട്ടില്ല. ഇത് എൻ്റേന്ന് മാത്രം ചെയ്തതാണ്. പെൻഷൻ പറ്റുന്ന ജീവനക്കാരെ ഉപദ്രവിക്കുക എന്നുള്ളത് ഈ ഗിരീഷ് കുമാർ എന്ന വ്യക്തിയുടെ ഒരു ഹരം പോലെയാണ്. ഒരുപാട് പരാതി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ളതാണ്. ഒരു വളരെ ബുദ്ധിമുട്ടുള്ള കുടുംബത്തിലെ ഒരു അംഗമാണ് ഞാൻ. നമസ്കാരം. മുൻ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന ജി രാജീവിൻ്റെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വച്ചിരിക്കുന്നതായി പരാതി. അതായത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്ന രാജീവിൻ്റെ ഗ്രേഡ് വെട്ടിക്കുറച്ച് മറ്റൊരു ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് നൽകിയതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം എന്നാണ് ഈ മുൻ ഉദ്യോഗസ്ഥൻ നമ്മളോട് വ്യക്തമാക്കുന്നത്. ചേട്ടാ, എപ്പോഴാണ് സർവീസിൽ കയറിയത്? കൃഷിവകുപ്പിൽ എപ്പോഴാണ്? 1987 കാഷ്വൽ ലേബറായിട്ട് കയറുകയാണ്. കൃഷിവകുപ്പിലാണ്. കൃഷിവകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ് ഈഞ്ചയ്ക്കലാണ് അന്ന് ഈ ഓഫീസ് കടന്നത്. അത് കഴിഞ്ഞ് പിന്നെ വെള്ളയാണിയിൽ പോയി. ഇപ്പോൾ ഇത് ആനേറ വേൾഡ് മാർക്കറ്റിലാണ്. അവിടെ വെച്ചാണ് ഞാൻ പെൻഷൻ പറ്റിയത്. ഏകദേശം 15 വർഷത്തോളം കാഷ്വൽ സർവീസും 18 വർഷം സ്ഥിരം സർവീസും ഉണ്ടായിരുന്നു. അങ്ങനെ 31 വർഷത്തെ സർവീസ് കണക്കാക്കി പെൻഷൻ ഏജ് അനുവദിച്ചിട്ടുണ്ട്. KATയുടെ നിലവിലൊരു വിധി അനുസരിച്ച്. അങ്ങനെ ഒരു വിധി വന്നപ്പോൾ ഞാൻ ജോലി ചെയ്ത ഓഫീസിൽ ഒരു സെക്ഷൻ ക്ലാർക്കിന് എൻ്റെ കൂടെ ഉണ്ടായ ഒരു വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട് ഒരു പെർമനൻറ്റ് ലേബർ കാഷ്വൽ തൊഴിലാളിയായിട്ട് നിന്നിട്ട് ഹൈക്കോടതി വിധി അനുസരിച്ച് സ്ഥിരം തൊഴിലാളിയായി നിയമിതനായി. അതിനുശേഷം സർവീസിലിരുന്നു. പെൻഷൻ പറ്റാൻ ഏകദേശം 2 വർഷം ഉള്ളപ്പോഴാണ് എനിക്ക് 10, 16, 22, 27 ഈ 4 ഗ്രേഡും സർക്കാർ അനുവദിച്ച് തന്നു. 27 വർഷത്തെ ഗ്രേഡ് കിട്ടിയിട്ട് പിന്നെയും ഞാനൊരു 5 വർഷം, ഏകദേശം 5 വർഷം ജോലി ചെയ്താണ് പെൻഷൻ പറ്റുന്നത്. പെൻഷൻ പറ്റിയതിന് ശേഷം എൻ്റെ സർവീസ് ബുക്കും കാര്യങ്ങളും ജില്ലാ ഓഫീസിലോട്ട് അയക്കുകയും എന്തോ അപാകതയുണ്ടെന്ന് വരുത്തി തീർക്കുകയും ഞാൻ ജോലി ചെയ്ത ഓഫീസിലെ ഒരു ക്ലർക്ക്, ഓഫീസർ എല്ലാം കൂടെ എന്തോ ഒരു ഗൂഢാലോചനയാണെന്ന് തോന്നുന്നു എൻ്റെ ഉള്ള വ്യക്തിവിരോധം കൊണ്ട്. എനിക്ക് ബാധകമല്ലാത്ത ഒരു സർക്കാർ ഉത്തരവ്, അതൊരു കത്താണ് സർക്കാരിൻ്റെ. ഒരു വ്യക്തി ഗ്രേഡിന് കൊടുത്തപ്പോൾ അയാൾക്ക് കൊടുത്തൊരു മറുപടിയാണ്. അതിനെ എന്നെ വക്രീകരിച്ച് എഴുതി മുകളിലോട്ട് വിട്ടു. ഈ ഫയൽ കണ്ടവരാരും അതിനെ തിരുത്തിയില്ല. അതങ്ങനെ മുകളിലോട്ട് പോയി. അവസാനം എനിക്ക് 5,76,372 രൂപ തിരിച്ചടയ്ക്കാൻ ഒരു ഉത്തരവ് പെൻഷൻ പറ്റി 6 മാസം കഴിഞ്ഞ് തന്നു. അപ്പോൾ അതുവരെ എനിക്ക് പെൻഷനൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ നേരെ KATയിൽ സമീപിക്കുകയാണ് ചെയ്തത്. KAT മിനിമം പെൻഷൻ അനുവദിക്കാൻ ആദ്യം ഉത്തരവായി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഇപ്പോൾ അവസാനം KATയുടെ വിധി വന്ന നിർഭാഗ്യവശാൽ എനിക്ക് പൂർണ്ണമായി KATയിൽ നിന്നൊരു വിജയം കിട്ടിയില്ല. അപ്പോൾ എനിക്ക് പരാജയം വന്ന ഭാഗം ഞാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ KATയുടെ വിധി അനുസരിച്ച് എനിക്ക് ഈ ആനുകൂല്യങ്ങളെല്ലാം കൂടെ കിട്ടിയപ്പോൾ തിരിച്ചടക്കേണ്ടി വന്ന കാശും കൂടെ കൂട്ടുമ്പോൾ ഏകദേശം 17 ലക്ഷം രൂപയോളം നഷ്ടം വരുന്നു. എന്നെപ്പോലെ ഒരു സാധാരണക്കാരന്, ഒരു താഴ്ന്ന ജീവനക്കാരന് സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ സർക്കാരിൽ എന്നെ ഉപദ്രവിച്ചത് NGO യൂണിയൻ്റെ ഒരു നേതാവെന്ന് പറയുന്ന ഗിരീഷ് കുമാർ എന്ന് പറയുന്ന ഒരു ക്ലർക്കാണ്. അയാൾ കഴിഞ്ഞ സർക്കാരിൽ NGO യൂണിയൻ്റെ ഒരു നേതാവൊക്കെ ആയിരുന്നു. അദ്ദേഹമാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് എഴുതിയത്. അതെ, അദ്ദേഹം നിതിൻ പ്രസാദ് എന്ന് പറഞ്ഞ ഒരു ക്ലർക്ക്. ഈ നിതിൻ പ്രസാദ് വളരെ പാവപ്പെട്ട നല്ലൊരു മര്യാദക്കാരൻ പയ്യനാണ്. അയാളെ ഭീഷണിപ്പെടുത്തി, ഒരു ഭിന്നശേഷിക്കാരനാണ്, ഭീഷണിപ്പെടുത്തി എഴുതിയതാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അയാൾ എന്നോട് വന്ന് എനിക്ക് സർവീസ് ഇരിക്കുമ്പോൾ അയാളായിട്ട് ഭീഷണിപ്പെടുത്തുന്നത് എനിക്കറിയാം. ഇയാൾ എല്ലാ ജീവനക്കാരായിട്ട് വിരട്ടുക എന്നുള്ളതാണ് ഇയാളുടെ ഒരു പരിപാടി. ഈ റിപ്പോർട്ടിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് പറയാമോ? റിപ്പോർട്ടിൽ കാഷ്വൽ സർവീസ് ഗ്രേഡിന് കണക്കാക്കാൻ പാടില്ല എന്നും പറഞ്ഞ് 9, 10 ശമ്പള കമ്മീഷനിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് വക്രീകരിച്ച് എഴുതി. അത് 2014 ശേഷം 1/4/2013 ശേഷം സേവനത്തിൽ പ്രവേശിച്ച ജീവനക്കാരുടെ കാഷ്വൽ സർവീസ് ഗ്രേഡിന് പരിഗണിക്കുന്ന വിഷയത്തിൽ വ്യക്തത വരുത്തുന്നത് എന്ന വിഷയത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ 2005 സ്ഥിരപ്പെടുന്നത്.
2005 സ്ഥിരപ്പെട്ട ഞാനാണ്. എനിക്കപ്പോൾ ഈ ഉത്തരവുമായിട്ട് ഒരു ബന്ധവുമില്ല. അത് കൃഷി വകുപ്പിൽ സ്ഥിരം തൊഴിലാളിയായിട്ട് അനേകം പേര് ജോലി ചെയ്യുന്നു. ഞാൻ പെൻഷൻ പറ്റുന്നതിന് മുമ്പും പിൻപും പെൻഷൻ പറ്റിയ ആരെയൊന്നും ഇങ്ങനെ ഒന്നും പിടിച്ചിട്ടില്ല. ഞാൻ എല്ലാ ഓഫീസിലും വിവരാവകാശം ചോദിച്ചു. കേരളത്തിൽ ഏകദേശം 64 ഓഫീസുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഒരു ഓഫീസിലും ഒരു ജീവനക്കാരൻ്റെ ഒന്നും ഈ നിമിഷം വരെയും പിടിച്ചിട്ടില്ല. ഇത് എൻ്റെ മാത്രം ചെയ്തതാണ്. താങ്കളോട് മാത്രം ഇത്തരത്തിലൊരു വൈരാഗ്യത്തിനുള്ള കാരണം എന്താണെന്ന് അറിയാം. വ്യക്തിപരമായി ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ്. അതൊക്കെ അങ്ങനെ സാധാരണ ഒരു ജീവനക്കാരും ക്ലർക്കുമായി അതെ സർവീസിലിരിക്കുമ്പോൾ മനുഷ്യരാണല്ലോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. അത് ഒരു പെൻഷൻ എന്ന് പറയുന്ന ഒരാളുടെ ജീവിതമാണ്. ആരും ഇങ്ങനെ ചെയ്യത്തില്ല. ഇനി ഒരു ക്ലർക്ക് അങ്ങനെ ചെയ്തു, ഞാൻ അത് അംഗീകരിക്കും. പക്ഷേ ഇത് മുകളിലോട്ട് കണ്ട ഉദ്യോഗസ്ഥരാരും അതിനങ്ങ് ഇങ്ങനെ ഒപ്പിട്ട് അങ്ങ് പോയി. ഞാൻ പൂർണ്ണമായിട്ട് ആ ക്ലർക്കിനെ തന്നെ അങ്ങ് കുറ്റപ്പെടുത്തുന്നില്ല. ഒരു ക്ലർക്ക് അല്ലല്ലോ, ക്ലർക്ക് വേറൊരു സീനിയർ ക്ലർക്ക് ഒരു ക്ലർക്കിനെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയൊക്കെ ചെയ്യിച്ചു. ഈ ഫയൽ കണ്ട ഒരുപാട് ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവരാരും ഈ ഓർഡർ വായിച്ചിട്ട് ഇത് 2013 ശേഷമാണ് ഈ രാജീവ് സ്ഥിരപ്പെട്ടേക്കുന്ന 2005 അദ്ദേഹത്തിന് ഇതുമായിട്ട് ബന്ധമില്ല, ഇതുപോലെ ഒരുപാട് പേർക്ക് ഇത് കൊടുത്തിട്ടുണ്ടോ എന്നൊന്ന് എഴുതിയെങ്കിൽ അവിടെ തീരുന്ന വിഷയമാണ്. എനിക്ക് ലക്ഷക്കണക്കിന് രൂപ ഇതുവരെ ട്രൈബ്യൂണലിലും വക്കീൽ ഫീസും മറ്റ് ചിലവുകളും ഒരുപാട് വിവരാവകാശം ചോദിക്കേണ്ടി വന്നു. എനിക്ക് അങ്ങനെ ഒരു വിദ്യാഭ്യാസമുള്ളൊരു പോസ്റ്റല്ല. ഞാൻ 33 വർഷം ജോലി ചെയ്തതാണ്. ഞാൻ വെളിയിറങ്ങിയപ്പോൾ അന്തം വിട്ടു പോയാൽ ഒരിക്കലും ഒരു രേഖയുമില്ല. അങ്ങനെ ഇതുപോലത്തെ രേഖകൾ തന്നെ ശരിയാക്കി എടുക്കാൻ വേണ്ടി കോണ്ടമാനം കാശായി, കുടുംബപരമായിട്ട് പട്ടിണിയായി, വളരെ ബുദ്ധിമുട്ടിപ്പോയി. ഒരു ഉദ്യോഗസ്ഥരും ഒന്നും ആക്കുന്നില്ല. അവരുടെ ചെന്ന് ചോദിക്കാൻ ഓരോരുത്തരുടെ ചെന്ന് നോക്കാൻ പറയും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ ഓഫീസിൽ നിന്ന് വന്നതാണ് ജില്ലാ ഓഫീസിൽ പറയും നിങ്ങളോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ ഇട്ട് അടിച്ച് ഇപ്പോൾ 2 വർഷവും 4 മാസമായി പെൻഷൻ പറ്റിയിട്ട്. ഇപ്പോൾ പെൻഷൻ കിട്ടുന്നുണ്ട്. പെൻഷൻ ട്രൈബ്യൂണലിൽ ചെന്നപ്പോൾ മിനിമം പെൻഷൻ തരാൻ ആദ്യം ഉത്തരവായി. അത് കഴിഞ്ഞ് ഇപ്പം ഏജിൽ നിന്ന് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇനി കുറേശ്ശെ ഓരോരോ ബില്ലായിട്ട് എനിക്ക് മാറി കിട്ടുന്നുണ്ട്. അതിന് കുറച്ചും കൂടെ സമയങ്ങളെടുക്കും. DCRG കിട്ടണം. അതിൽ നിന്നാണ് ഈ ഈ വന്ന ഈ 415 എന്ന് പറയുന്നത് വ്യക്തതയല്ല, ഒന്നും കൂടെ പരിശോധിക്കണമെന്നൊക്കെ പറഞ്ഞ് ഈ 415 ഞാൻ ഒന്നുകൂടെ പരിശോധിക്കണമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇത് എൻ്റെ അറിവിൽ ഞാനൊരു കൺസൾട്ടിനെ കൊണ്ട് പരിശോധിച്ചപ്പോൾ ഇത് ഇത്രയൊന്നും വരത്തില്ല, അവർ കൂട്ടിയ തെറ്റാണ്, ഇതൊരു 2 ലക്ഷം രൂപയ്ക്കകത്തേ വരുവുള്ളൂ. ഇത് കാണിച്ച് ഞാൻ ജില്ലാ ഓഫീസിലും കൃഷി വകുപ്പ് ഡയറക്ടർക്കും അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇത് പരിശോധിച്ചിട്ട് ഒരു ഓരോ നാട്ടിൽ മാറിത്തരാൻ ചിലപ്പം കുറച്ച് ദിവസം കൂടെയൊക്കെ എടുക്കും. പെൻഷനൊക്കെ എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. പക്ഷേ എല്ലാം ഈ 22-27 വർഷത്തെ ഗ്രേഡ് ഏതൊരു നിയമസാധ്യതയില്ലാതെ വെട്ടിക്കുറച്ച് എന്നെ ഇങ്ങനെ പീഡിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആരും ഒരു ഉത്തരവാദിത്തമാക്കുന്നില്ല. അങ്ങനെ ഈ ബഹുമാനപ്പെട്ട KITയിൽ എനിക്ക് പരാജയം സംഭവിച്ച ഭാഗം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലോട്ട് അപ്പീൽ പോയിട്ടുണ്ട്. ഇനി അതിലാണ് ഒരു പ്രതീക്ഷ. ഹൈക്കോടതി ഈ അപ്പീൽ ഫയൽ സ്വീകരിച്ച് വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കി നീതി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ KITയുടെ ഉത്തരവ് പ്രകാരം എത്ര രൂപ അടയ്ക്കണം എന്നാണ് കറക്റ്റ് പറയുന്നത്? 17 ആണോ അല്ലെങ്കിൽ ഈ 4 ലക്ഷത്തി? KITയുടെ ഉത്തരവനുസരിച്ച് 4,15,722 രൂപ അങ്ങോട്ട് അടയ്ക്കണം. അതിലുപരി പെൻഷൻ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എനിക്ക് ഏകദേശം 17 ലക്ഷം രൂപ കിട്ടേണ്ട സ്ഥാനത്ത് 10 ലക്ഷം രൂപ കിട്ടിയുള്ളൂ. അതിങ്ങനെ ഗ്രേഡുകൾ വെട്ടിക്കുറച്ച് വന്നപ്പോൾ ബേസിക് പേയിലും മറ്റും വ്യത്യാസം വരുന്നു. മനസ്സിലായി, അതാണ് അതിനകത്തുള്ള സത്യം. പിന്നെ ഏകദേശം കുറേ കാര്യങ്ങൾ എനിക്ക് അത്രത്തോളം സർവീസ് സംബന്ധ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. ഇത് കൺസൾട്ടും പലരും പറഞ്ഞു തരണതാണ്. അത്രത്തോളം ഇങ്ങനെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കാര്യങ്ങളൊന്നും അറിയാമെന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ ജീവനക്കാരനല്ല ഞാൻ. നമ്മൾ ഗ്രേഡ് വെട്ടിക്കുറച്ച് നടപടി ഉണ്ടായതിന് ശേഷം ഇപ്പോൾ ഇതെല്ലാം തന്നെ വെട്ടിക്കുറച്ചിരിക്കുന്നു. അപ്പോൾ ഈ NGO യൂണിയൻ്റെ നേതാവിനെയോ മറ്റോ വിളിച്ചിരുന്നു എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന്? പുള്ളി ഞാനൊരു സംസാരിക്കുക വിളിച്ച അങ്ങനെയുള്ള ഒരു ബന്ധമില്ല. പുള്ളിയാണ് ഇത് ചെയ്തതെന്ന് എനിക്ക് 100% അറിയാം. ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ പേർക്കും അറിയാം. ഇതാണ് പുള്ളിയാണ് ചെയ്തതെന്ന് അറിയാം. ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവർക്കും അറിയാം. പുള്ളി ഇതിപ്പം വേറെ ഒരു നിതിൻ പ്രസാദ് എന്ന ഒരു ഭിന്നശേഷിക്കാരൻ്റെ തലയിൽ വെച്ച് കൊടുക്കണം. അയാൾ പാവമാണ്, നിരവധിയാണ്, ശരിയാണ്, ക്ലർക്ക് എന്ന രീതിയിൽ ചെയ്തത് പുള്ളി തന്നെയാണ്. ഭീഷണിപ്പെടുത്തി ഇയാൾ ചെയ്യിച്ചതാണ്. എന്നിട്ട് ഇയാളങ്ങ് മാറിക്കളയും. ഇയാളുടെ രീതി അതാണ്. ഈ ഒരു അസിസ്റ്റൻറ്റ് എഞ്ചിനീയറും മെഹബൂബ് എന്ന് പറഞ്ഞൊരു ഞങ്ങളെ കൂടെ ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ആളിനെ ഇതേ രീതി ഉപദ്രവിച്ചു. സാറ് ഭിന്നശേഷി, പക്ഷേ കോടതി പോകാതെ സാറങ്ങ് രക്ഷപ്പെട്ടു. ഒരു അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹാജ ഷെറീഫ് എന്ന് പറഞ്ഞൊരു സാറും 7-8 വർഷം ഇവിടെ ജോലി ചെയ്ത് പെൻഷനായി ഇപ്പം KITയെ സമീപിച്ചേക്കാണ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി. പെൻഷൻ പറ്റുന്ന ജീവനക്കാരെ ഉപദ്രവിക്കുക എന്നുള്ളത് ഈ ഗിരീഷ് കുമാർ എന്ന വ്യക്തിയുടെ ഒരു ഹരം പോലെയാണ്. ഒരുപാട് പരാതി ഡിപ്പാർട്ട്മെൻറ്റുള്ളതാണ്. സീനിയർ ക്ലർക്കായിട്ടിരുന്ന അദ്ദേഹത്തിന് പ്രൊമോഷൻ സമയമായപ്പോൾ ആ ഓഫീസിൽ തന്നെ ഹെഡ് ക്ലർക്കായിട്ട് പ്രൊമോഷൻ കൊടുത്ത് ആ ഓഫീസിൽ തന്നെ ഇരുത്തി. ജില്ലയ്ക്കകത്ത് ആ സമയത്ത് വേറെ ഒഴിവുണ്ടായിരുന്നു. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സർക്കാരിലുള്ള രാഷ്ട്രീയ സ്വാധീനമാണ്. കൃഷിമന്ത്രിയെ കാണാനോ മറ്റോ ആലോചിക്കുന്നുണ്ടോ? ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞാനും എൻ്റെ അമ്മയും കൂടെ പോയി കണ്ട് ഞങ്ങളുടെ ദുഃഖങ്ങളും വിഷമങ്ങളും പറയാൻ വേണ്ടി ഉടൻ തന്നെ സമീപിക്കുന്നതാണ്. ഇനി പ്രതീക്ഷ മുഖ്യമന്ത്രിയുടെയും കൃഷിമന്ത്രിയുടെയിലുമാണ്.
എത്രയും പെട്ടെന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിലുപരി നിയമപരമായിട്ട് ഹൈക്കോടതിയും സമീപിച്ചിട്ടുണ്ട്. ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥനാണ്, സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു, ഇതുവരെ സ്വന്തമായ ഒരു വീട് പോലും ഇല്ല അല്ലേ? ഇല്ല ബുദ്ധിമുട്ടാണ്. വളരെ താഴ്ന്ന അമ്മയ്ക്ക് 85-90 വയസ്സായി. ഒരു വളരെ ബുദ്ധിമുട്ടുള്ള കുടുംബത്തിലെ ഒരംഗമാണ് ഞാൻ. ഒരുപാട് പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടാണ്. 2 വർഷം മുൻപ് റിട്ടയർ ചെയ്ത രാജീവിൻ്റെ ജീവിതം ഇതുവരെയും പച്ചപിടിച്ചിട്ടില്ല. ചില ഉദ്യോഗസ്ഥരുടെയും നേതാക്കളുടെയും വ്യക്തി താൽപ്പര്യങ്ങളാണ് മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കുന്നത്. നിലവിൽ കൃഷിമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും പരാതി അറിയിക്കാൻ ഒരുങ്ങുകയാണ് രാജീവ്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.